യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1 സാമുവേൽ 10:6. കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ആത്മാവിൽ വീണ്ടും ജനിക്കാൻ, മറ്റൊരു മനുഷ്യനായി മാറാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? എങ്ങനെയാ നമ്മൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുക? എങ്ങനെയാ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക? നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ ഉള്ളേ? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമുക്ക് എന്താ വേണ്ടേ? പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണെന്നാ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമുക്ക് നല്ല വിശുദ്ധി വേണം, നമ്മൾ കുറെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും യോഗ്യരായിരിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ടുള്ള കുറേ ക്രൈറ്റീരിയകൾ ഉണ്ടാവും. എൻ്റെ ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളോട് പറയാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ വേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കൊച്ചു കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിനെ കിട്ടാനേ നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദാഹ. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ദാഹ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമുക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത. ഇത് ഞാൻ പറയണത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞൊരു മാസക്കാലം ധോണി ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനയിലായിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ MSc പഠിക്കുകയായിരുന്നു. പഠനം കഴിഞ്ഞ് ഈശോയായിട്ട് കുറെ കൂടി അടുക്കണം, കുറെ കൂടി സ്നേഹിക്കണം, കുറെ കൂടി അനുഭവിക്കണം, ഒരു കൊതി ഉണ്ടായിരുന്നു. ഈശോനെ സ്നേഹിക്കാനും ഈശോയുടെ അടുത്തിരിക്കാനുള്ളൊരു കൊതി. എന്തോ ആ ഒരു കൊതിയുടെ ആ ഒരു അവസ്ഥയിലായിരുന്നിട്ട് കൂടി എനിക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായില്ല എൻ്റെ ഈശോനെ. വല്ലാത്തൊരു വരൾച്ചയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇങ്ങനെ അനുഭവം അടുത്തിരിക്കും തോറും വരണ്ട് പോണ പോലത്തെ ഒരു അനുഭവമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടും എന്താ എനിക്ക് എൻ്റെ ഈശോനെ അനുഭവിക്കാൻ പറ്റാത്തത്? എന്താ എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാൻ പറ്റാത്തത്? അങ്ങനെയാണ് ഞാൻ ധോണിയിലേക്ക് പോകുന്നത്. അപ്പോൾ ധോണിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആകെ ഒരു ഇൻറ്റൻഷനുള്ളൂ. അതിങ്ങനെയാണ്: എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എൻ്റെ ഈശോയെ അനുഭവിക്കണം, ആത്മാവ് കൊണ്ടൊന്ന് നിറയണം. അങ്ങനെ വേണം അവിടെ നിന്ന് തിരിച്ചു വരണം, അങ്ങനെ ഒരു കൊതിയോട് കൂടിയാണ് ഞാൻ ധോണി ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഞാനൊരു ഡയറി, ഒരു കുഞ്ഞു ഡയറി എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ചേട്ടൻ തന്നൊരു ഡയറിയാണിത്. ആ ഡയറി തരുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു: നിൻ്റെ ജീവിതത്തിൽ നീ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആ ഡയറിയിൽ നീ കുറിച്ചു വെക്കണം, നീ ഇടയ്ക്ക് ഇതെടുത്ത് വായിക്കണം, നിൻ്റെ മരണം വരെ നീ അത് കാത്തു സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ആ ഒരു ഡയറി ഓരോ സാഹചര്യത്തിൽ ഞാൻ എടുക്കും. പക്ഷെ അപ്പോഴൊന്നും എനിക്കത് എൻ്റെ മരണം വരെ ഞാൻ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണത് അങ്ങനെ തോന്നിയിട്ടില്ല. എടുത്തു വെക്കും. അങ്ങനെ ഇതുവരെയും ഞാൻ ഉപയോഗിക്കാത്ത, തുറക്കാത്ത ആ ഒരു ഡയറി കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആ ഡയറി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യാശയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ധോണിക്ക് പോണേ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസം എനിക്ക് ഓരോ അനുഭവം ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസം ആ അനുഭവമൊക്കെ നിറച്ച് എഴുതി ആ ഡയറി നിറയും. പിന്നെ എൻ്റെ മരണം വരെ എനിക്ക് ആ ഡയറി വായിക്കുക, അത് വായിച്ച് സന്തോഷിക്കുക. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു ധോണിയിലേക്ക് പോകുമ്പോൾ ആ ഡയറി പിടിച്ച് ഞാൻ കൊണ്ടുപോയത്. ഞാൻ ചെന്നപ്പോൾ തന്നെ ആദ്യം എടുത്തത് ആ ഡയറി ആട്ടോ. ആ ഡയറി എടുത്ത് ഞാൻ എൻ്റെ കട്ടിലിൽ വെച്ചു. കാരണം ഇനി അനുഭവം ഉണ്ടാകുമ്പോൾ തപ്പാൻ നിൽക്കണ്ട, വേഗം എടുത്ത് എഴുതാം, അത് നിറയ്ക്കാം. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം കടന്നുപോയി. പ്രത്യേകിച്ച് ഒന്നും എനിക്കുണ്ടായില്ല. അത് മാത്രമല്ല, ആ വരൾച്ച അതുപോലെ തന്നെ നിന്നു. രണ്ടാമത്തെ ദിവസം കടന്നുപോയി. ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ആ ഒരാഴ്ച കടന്നു പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തെങ്കിലും ഒരു നനവ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണ്ടേ? അത് നമ്മൾ ആരായാലും ആഗ്രഹിച്ചു പോകില്ലേ? ഒരാഴ്ച ഞാൻ പ്രാർത്ഥനയിലാണ്, ഈശ്വര അടുത്തിരിക്കുകയാണ്, ഒന്ന് നനയണം, എൻ്റെ ഹൃദയം ഒന്ന് നനയണം, അതെങ്കിലും നമ്മൾ ആഗ്രഹിക്കില്ലേ? പക്ഷെ ആ നനവും എനിക്കുണ്ടായില്ല. വീണ്ടും അതേ വരൾച്ചയിൽ ഞാൻ കടന്നു പോവാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഓരോ സെക്കൻഡും ഞാൻ ദാഹിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു പാട്ട് എപ്പോഴും പാടിയിരുന്നു: പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ എന്നിൽ നിറയണേ, അധികമായി എന്നിൽ നിറയണേ. ആ പാട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പാടിയിരുന്നു. അപ്പം ആ പാട്ട് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പതിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നടക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അറിയാതെ ആ പാട്ട് ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന പോലെ അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ആ പാട്ട് കാരണം തന്നെ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കുറേ ദാഹിക്കാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ആഴ്ച കടന്നു. രണ്ടാമത്തെ ആഴ്ച ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, കൊന്ത ചെല്ലണുണ്ട്, നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ കണ്ണ് തുറന്ന് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയൊന്നും ഒന്നുമല്ല. അവിടെ 5 രഹസ്യം കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണവര്, ചരലിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നവര്, എന്നേക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടുമുട്ടി.
അപ്പം എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി എൻ്റെ ഗ്രേഡ് കൂട്ടണം. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ഗ്രേഡ് കൂട്ടി. കാരണം ഏറ്റവും കൂടുതൽ ദാഹിക്കുന്നത് ഞാനാവണ്ടേ, എന്നാലല്ലേ പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ കൊച്ചു ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറെ കൂടി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 രഹസ്യം ഞാൻ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും. പിന്നെ അവിടെ ഒരു പരിഹാര ചാപ്പൽ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ പരിഹാര ചാപ്പലിൽ പോവും. ഞാൻ കണ്ണുനീരോടെ പരിശുദ്ധാത്മാവിനോട് ദാഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഞാൻ വളരെ യോഗ്യയാണ്. എൻ്റെ ഒരു ദാഹത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. അപ്പൊ 2ാമത്തെ ആഴ്ച ഞാൻ അവിടെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ കൗൺസിലിങ്ങിന് എന്നെ വിളിച്ചു. കൗൺസിലിങ്ങിൽ സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ വെള്ളത്തിൽ പോയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിലൊന്നും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൽ പോവും. അപ്പോൾ സിസ്റ്റർ ആ ഒരു അനുഭവത്തിലായിരിക്കുമേ ഇന്ന നിയോഗങ്ങളൊക്കെ പറയണം. അങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ആ നിയോഗങ്ങളൊക്കെ ഓർത്തു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ എനിക്ക് മുങ്ങി കുളിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഒരു പ്രത്യാശയിലെ അത് മുന്നോട്ട് പോയി. എനിക്കൊരു പ്രത്യാശയായിരുന്നു ആ സിസ്റ്ററുടെ കൗൺസിലിംഗ്. അപ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ അഭിഷേക ആരാധനയിലേക്ക് പങ്കെടുക്കാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ വളരെ ഒരുങ്ങിയ നിന്നേ. ഇപ്പോൾ പരിശുദ്ധാത്മാ എൻ്റെ അടുത്തേക്ക് വരും, ആ വെള്ളം എൻ്റെ അടുത്തേക്ക് വരും, ഞാനിങ്ങനെ മുങ്ങിപ്പോവും. അങ്ങനെ ഞാൻ കാത്തിരിക്കുകയാണ്, വെള്ളത്തെ നോക്കിയിരിക്കുകയാണ് ഞാൻ. പക്ഷേ എന്താ പറയുക, എൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല, ഒരു വെള്ളവും എൻ്റെ അടുത്തേക്ക് വന്നില്ല, ഞാൻ വീണില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായില്ല. ഒന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചു, ഇത്രയും ഞാൻ ആഗ്രഹിച്ചു. 2 ആഴ്ച ഞാൻ കാത്തിരുന്നു. എന്നിട്ടും എന്താ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് വരാത്തെ, എന്താ എനിക്കൊന്ന് സ്തുതിക്കാൻ പറ്റാത്തെ. എനിക്ക് ഭയങ്കര വിഷമായി. ഇനി ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുക? ഞാൻ എങ്ങനെയാ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ അപ്പ ഞാൻ ഇനി എങ്ങനെയാ പ്രാർത്ഥിക്കുക? എനിക്കറിയില്ല, എൻ്റെ മാക്സിമം ഞാൻ പ്രാർത്ഥിക്കണേ. അങ്ങനെ ഞാൻ പറയാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ എനിക്ക് ഒരു 4 ആഴ്ച സമയമുണ്ടല്ലോ. എനിക്ക് 3ാമത്തെ ആഴ്ചയിലേക്ക് ഞാൻ പ്രവേശിച്ചു. കുറെ കൂടി തീക്ഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് വരും, പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, ഇത് സാധിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കൃപ കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ 3ാമത്തെ ആഴ്ച പ്രാർത്ഥനയിലായിരിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ ആഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടികളുടെ ധ്യാനം നടക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കുട്ടികളുടെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയപ്പോൾ അവിടെ സാധാരണ ഒരു അൽമായനാണ് അന്ന് ആരാധന നടത്തണേ. അന്ന് അച്ഛനില്ല. അപ്പോൾ ഞാനിങ്ങനെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനില്ല, ഒരു അൽമായനാണ് അവിടുത്തെ ആരാധന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കണേ. ഈശോ ബലിപീഠത്തിലേക്ക് വന്നിട്ടില്ല, സക്രാരിയിലാണ് ഈശോ. അപ്പോൾ എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടുമോ? അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ എന്നെ തന്നെ മറന്ന് ഈശോയെ ഒന്ന് സ്തുതിക്കാൻ എനിക്ക് പറ്റിയത് ആ ദിവസമാണ്. അപ്പം എനിക്കൊരു പ്രതീക്ഷയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈശോയുടെ അടുത്ത് എനിക്ക് സ്തുതിക്കാൻ പറ്റി, പക്ഷെ ഞാൻ ചോദിച്ച കാര്യം എനിക്ക് തന്നില്ല കേട്ടോ. എൻ്റെ ശരീരവും മനസ്സും ആത്മാവും അനുഭവിക്കുന്ന ആ അനുഭവം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തിന് വേണ്ടി വീണ്ടും ഞാൻ അതിരാവിലെ ഉണർന്നു. അപ്പം അത്രയും ദിവസം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നന്നായി ദാഹിക്കുന്നുണ്ട്, ഇത് മതിയില്ലേ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ, ഐ ആം പെർഫെക്റ്റ്, ഞാൻ ഓക്കെയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞാൻ ഓക്കെയാണ്, അതിനുള്ളൊരു യോഗ്യതയൊക്കെ എനിക്കുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ മുതൽ എനിക്ക് എൻ്റെ ചിന്തകളെ ഒന്നും അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പല തരത്തിലുള്ള വിധികള്, കുറ്റപ്പെടുത്തലുകള് ഓരോരുത്തരും നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഇതെന്താ അവരങ്ങനെ ചെയ്യണേ, അവർക്ക് ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ വളരെയധികം വിധികളും കുറ്റപ്പെടുത്തലുകളും എൻ്റെ മനസ്സിൽ നിന്ന് വന്നു പോവായിരുന്നു. മറ്റുള്ളവരെ വിധിക്കണത് പോട്ടെ, ഞാൻ അവിടുത്തെ ശുശ്രൂഷകരെ പോലും വിധിച്ചു പോയിട്ടുണ്ട്. ഇതെന്താ ഇവരിങ്ങനെ, അങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ. അപ്പൊ തന്നെ കുറച്ച് സമയം ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോ തന്നെ എൻ്റെ ഉള്ളിൽ തോന്നി, ദൈവമേ ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ദാഹിച്ച് കാത്തിരുന്നു, ഇപ്പൊ എൻ്റെ ഉള്ളിൽ പാപം ഇങ്ങനെ കുമിഞ്ഞു കൂടാണല്ലോ, എന്ത് യോഗ്യതയാ എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളേ. എന്നിലൊരു പാപബോധം കർത്താവ് തന്നു. ഞാൻ കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു, കർത്താവേ ഞാൻ അയോഗ്യ, എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ടുള്ള യാതൊരു യോഗ്യതയും ഇല്ല, ഞാൻ പാപിയ. അങ്ങനെ അഭിഷേക ആരാധനയ്ക്ക് അന്ന് ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചില്ലേ, ഞാൻ അയോഗ്യനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ, അതേ മനോഭാവത്തോടെ അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അയോഗ്യ ഈശോയെ. ഞാൻ കർത്താവിന്റെ മുമ്പിൽ എൻ്റെ ഹൃദയം കൊണ്ട് നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ പാപിയ ഞാൻ,
ഈ പാപിയുടെ മേൽ കരുണ തോന്നണേ. എൻ്റെ അപ്പ, എനിക്ക് നിന്റെ ആത്മാവിനൊന്ന് താന്ന്. ഞാൻ എൻ്റെ അയോഗ്യത ഏറ്റു പറഞ്ഞ ആ നിമിഷത്തില് എൻ്റെ കർത്താവ് എന്നെ കണ്ടു എന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റും. കാരണം അത് അഭിഷേകാരാധന തുടങ്ങി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണാം എൻ്റെ മുൻപില് ഒരു വലിയൊരു പുഴ. ആ ഒരു പുഴയുടെ മുൻപില് ഞാൻ വീണ് കിടക്ക. അവിടെ നമ്മൾ നില കിട്ടാതെ ഇങ്ങനെ തല്ലി അടിക്കണ പോലെ ഞാൻ ആ പരിശുദ്ധാത്മാവാകുന്ന ജലത്തില് ശ്വാസം കിട്ടാതെ, എനിക്ക് അതിൽ നിന്നൊന്ന് കരകയറാൻ പറ്റാതെ ആ പരിശുദ്ധാത്മാവാകുന്ന ജലത്തില് ഞാൻ മുങ്ങി കുളിക്കുക. എനിക്ക് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റണില്ല. അവിടെ വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ എൻ്റെ കൊച്ചു മനസ്സിൽ തോന്നി കണ്ണടയ്ക്കണം, അനുസരിക്കണം. പക്ഷെ എനിക്ക് എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞു പോവാ, എൻ്റെ ശ്വാസം എനിക്ക് കിട്ടാതെ പോവാ, എൻ്റെ കൈകൾ ഇങ്ങനെ തല്ലിപ്പടയ്ക്കുക. അപ്പൊ എനിക്ക് കൈയൊക്കെ ഇങ്ങനെ തല്ലിപ്പടയ്ക്കുമ്പോൾ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. ശ്വാസം കിട്ടാതെ നമ്മൾ കുറെ നേരം ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഞാൻ ഒരുപാട് കുതിച്ചിട്ടുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ പറയാ, പോരാ ഇനിയും വേണം എനിക്ക്. ആ ജലത്തില് കുളിച്ച് കിടന്ന് മതിയായില്ല, എനിക്ക് വീണ്ടും വേണം, പോരാ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 3/4 മണിക്കൂർ സമയം ആ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോവായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ അവിടെ എപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീണ്ടും വന്നുകൊണ്ടിരുന്നു. മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടക്കാനാവരുതേ അപ്പ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആ സമയത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, നീന്തിയിട്ടല്ലാതെ കടക്കാനാവരുതേ അപ്പ എന്ന്. അങ്ങനെ ഒരു 3/4 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ കൂടി ശാന്തമായി. ഞാൻ അവിടെ ഇരിക്കുക, ഞാൻ ദിവ്യകാരുണ്യത്തിൽ നോക്കി ശാന്തതയോടെ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയം വീണ്ടും ഉറക്കെ നിലവിളിച്ചു, ഐ ആം നോട്ട് വർത്തി അപ്പ. എനിക്ക് യാതൊരു യോഗ്യതയില്ല അപ്പ നിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ. എന്നാലും നീ എനിക്ക് തന്നില്ലേ, നിന്റെ ആത്മാവിനെ എനിക്ക് തന്നില്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് യോഗ്യത വേണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. പക്ഷെ നമുക്ക് വലിയ യോഗ്യതയൊന്നും വേണ്ട. നമ്മുടെ അയോഗ്യത ഏറ്റു പറയാനായിട്ടുള്ളൊരു മനസ്സ്, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം, ഒരു ദാഹം, അത്രയും മതി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ. ഈ പരിശുദ്ധാത്മാവിനൊന്ന് അനുഭവിക്കണം, അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരണ നേരത്ത് ഒരു സിസ്റ്ററിനെ കൂടി കാണാനിടയായി. അപ്പൊ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, റിയേ നിനക്കിത് മതിയെന്ന് നീ വിചാരിക്കണ്ട, നിന്നോട് ഈശോ പറയുന്നുണ്ട് നീ വീണ്ടും ആഗ്രഹിക്ക്, നിനക്ക് വീണ്ടും തരാൻ ഈശോ തയ്യാറാണ്. അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടി, ഇത് മതിയെന്ന്. പക്ഷെ ഈശോ വീണ്ടും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറയോ? ഞാനും വേണ്ടാന്ന് വിചാരിച്ചില്ല. എൻ്റെ ഉള്ളിൽ തോന്നി അത് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി വാങ്ങിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ എൻ്റെ ഉള്ളിൽ തോന്നി. അങ്ങനെ വീണ്ടും അന്നേ ദിവസം ഞാൻ വീണ്ടും ദാഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ വാ, പരിശുദ്ധാത്മാവേ വാ, എനിക്ക് അനുഭവിക്കാൻ പറ്റണമെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സിസ്റ്റേഴ്സ് മാത്രം ഒരു 1.25 മണിക്കൂർ സമയം ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് അനുഭവിച്ച അതേ പരിശുദ്ധാത്മാവിനെ അതേ സ്നേഹ തീക്ഷ്ണതയോടെ എനിക്ക് വീണ്ടും അനുഭവിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. ഞാനൊരു കുന്നിക്കുരുവോളം ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ എൻ്റെ ദൈവം എനിക്ക് കുന്നോളം തന്നു. അതാ ഞാൻ പറയണേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തിരി ആഗ്രഹിച്ചാലും നമുക്ക് അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ തരാൻ ശക്തനായൊരു ദൈവമാണ് നമ്മുടെ കൂടെ. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാഹിക്കണം, ആഗ്രഹിക്കണം. നമ്മുടെ അയോഗ്യതയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇതൊരു കൊച്ചു സുഹൃത ജപമാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണേന്ന്. നമ്മുടെ ഉള്ളിലൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നേ. ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പിന്നെ നമ്മൾ നമുക്ക് സൂപ്പറാവണ്ടേ? അപ്പം നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. താങ്ക് യു.